ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച്. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ സംസാരിക്കുന്നത് നേരിട്ട് പ്രസ്താവിക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. അതായത് നമ്മൾ മറ്റൊരാളോട് നേരിട്ട് പറയുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജോൺ സെഡ്, ഐ ആം വെരി ബിസി. ഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും എന്തിലായിരിക്കും? ഇൻവേർട്ടഡ് കോമയിലായിരിക്കും, ഡബിൾ ഇൻവേർട്ടഡ് കോമയിലായിരിക്കും ഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ജോൺ സെഡ്, ജോൺ പറഞ്ഞു ഐ ആം വെരി ബിസി, ഞാൻ വളരെയധികം ബിസിയാണ്. അപ്പോൾ ഐ ആം വെരി ബിസി എന്നുള്ളത് ഡയറക്റ്റ് സ്പീച്ചാണ്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടോ വ്യക്തികളോടോ സംസാരിക്കുന്നത് മറ്റൊരാൾ വഴി പ്രസ്താവിക്കുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് നമ്മൾ ഒരാളോട് പറഞ്ഞത് മൂന്നാമതൊരാളോട് റിപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളത് ഞാൻ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. മുകളിൽ തന്നിരിക്കുന്ന ജോൺ സെഡ് ഐ ആം വെരി ബിസി എന്ന ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയത് നോക്കൂ. ജോൺ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ബിസി. ജോൺ അത് പറഞ്ഞു, അവൻ വളരെയധികം ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് വെർബിന് മാറ്റമുണ്ടായിട്ടുണ്ട്, ടെൻസിന് മാറ്റമുണ്ടായിട്ടുണ്ട്, ഐ എന്നുള്ള പ്രൊനൗണിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് പോകുമ്പോഴുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആവുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യ കാര്യം, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് നോക്കാം. അസേർട്ടീവ് സെൻറ്റൻസ് ആണോ, അതായത് പ്രസ്താവനകളാണോ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളാണോ, ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകളാണോ, ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണോ, അപേക്ഷയോ ആജ്ഞയോ ആയിട്ടുള്ള സെൻറ്റൻസുകളാണോ എന്ന് നോക്കണം. 2, സെൻറ്റൻസിന് അനുസരിച്ച് സെഡ്, ടോൾഡ്, ആസ്ക്ഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബുകൾ ഉപയോഗിക്കണം. അപ്പോൾ തന്നിട്ടുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പ്രസ്താവനയാണെങ്കിൽ സെഡ് എന്നായിരിക്കും റിപ്പോർട്ടിംഗ് വെർബ്. അതുപോലെ ഒരു ഇൻട്രോഗേറ്റീവ് ചോദ്യം, അതായത് ചോദ്യമായിട്ട് വരികയാണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ആസ്ക്ഡ് എന്നായിരിക്കും റിപ്പോർട്ടിംഗ് വെർബ്. ഒരു കമാൻഡ് ആണ് എങ്കിൽ, ആജ്ഞയാണെങ്കിൽ ഓർഡേർഡ് എന്നായിരിക്കും റിപ്പോർട്ടിംഗ് വെർബ്. ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ, അപേക്ഷയാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് എന്നായിരിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ആരംഭത്തിൽ പ്രസ്താവിച്ച വ്യക്തിയുടെ പേര് ചേർക്കേണ്ടതാണ് എന്നതാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ആരാണോ പറഞ്ഞത് അയാളുടെ പേര് അവിടെ ചേർക്കണം. റിപ്പോർട്ടഡ് സ്പീച്ചിലും ചേർക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ ജോൺ സെഡ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയപ്പോഴും റിപ്പോർട്ട് ചെയ്തപ്പോഴും ജോൺ സെഡ് ദാറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് സബ്ജക്റ്റിൻ്റെ, സ്പീക്കറുടെ പേര് സൂചിപ്പിക്കേണ്ടതാണ്. 4ാമത്തെ പോയിൻ്റായി നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കണക്റ്റിംഗ് വേർഡിനെ കുറിച്ചാണ്. കണക്റ്റീവ് വേർഡുകൾ ഏതെല്ലാമാണ്? ദാറ്റ്, ക്വസ്റ്റ്യൻ വേർഡ്സ്, വെദർ അല്ലെങ്കിൽ ഈഫ്, ടു എന്നിവയാണ്. ഇവ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു? ഒരു പ്രസ്താവനയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ദാറ്റ് ആയിരിക്കും. ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വാട്ട്, വെന്, വേർ, വൈ, വിച്ച്, ഹൂ എന്നൊക്കെ വരുന്ന WH ക്വസ്റ്റ്യനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ആ തുടങ്ങുന്ന സെൻറ്റൻസ് തന്നിരിക്കുന്ന WH വേർഡിൽ തന്നെയായിരിക്കും. വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിച്ചെങ്കിൽ വാട്ടിൽ തന്നെയായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ചും ആരംഭിക്കുക. അടുത്തത്, തന്നിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WHൽ തന്നെ തുടങ്ങാം. എങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കേണ്ടത് വെദർ അല്ലെങ്കിൽ ഈഫ് എന്നായിരിക്കും.
അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടഡ് സ്പീച്ചോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചോ ആക്കി മാറ്റുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലുണ്ടായിരുന്ന ചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ്. ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ട് കോമ, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യചിഹ്നം, ഇങ്ങനെയുള്ള ചിഹ്നങ്ങളെല്ലാം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസിൽ മാറ്റം വരേണ്ടതാണ്. ക്രിയാരൂപങ്ങളുടെ കാലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ഏതെല്ലാമാണ് ആ ക്രിയാരൂപത്തിൻ്റെ കാലത്തിലുള്ള വ്യത്യാസം? അതായത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ടെൻസുകളുടെ മാറ്റം ഏതാണ് എന്ന് നമുക്ക് ടേബിളായിട്ട് നോക്കാം. ടെൻസിൻ്റെ ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന 2 കോളംസ് തന്നിട്ടുണ്ട്. നോക്കൂ, ഡയറക്റ്റ് സ്പീച്ച് ഒന്നും ഇൻഡയറക്റ്റ് സ്പീച്ച് ഒന്നും. ഡയറക്റ്റ് സ്പീച്ചിൽ തന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അടുത്തത്, ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി എഴുതേണ്ടതാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതേണ്ടതാണ്. 4. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഡയറക്റ്റ് സ്പീച്ച് തന്നിരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി എഴുതണം. എന്നാൽ ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതേണ്ടതാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് തന്നിരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ക്രിയയെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റി എഴുതണം. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ക്രിയ തന്നിരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെയാണ് അതിൻ്റെയും ക്രിയാരൂപം. അപ്പോൾ ഇവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഡയറക്റ്റ് സ്പീച്ചെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചും പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയായിരിക്കും. അതുപോലെ ഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ഇൻഡയറക്റ്റ് സ്പീച്ച് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഇവയ്ക്ക് രണ്ടും വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്രകാരമാണ് ടെൻസിന് വരുന്ന മാറ്റങ്ങൾ, അതായത് ക്രിയാപദങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ്. ഒന്നും കൂടെ എളുപ്പമാക്കി പറഞ്ഞാൽ നോക്കൂ, ഡയറക്റ്റ് സ്പീച്ച് ക്രിയ V1-ലാണെങ്കിൽ, അതായത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആ ക്രിയയെ എന്താക്കണം? V2 ആക്കി മാറ്റുക, പാസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതുക. ഡയറക്റ്റ് സ്പീച്ചിലെ ക്രിയാരൂപം V2 ഫോമിലാണ് തന്നതെങ്കിൽ, അതായത് പാസ്റ്റ് ഫോമിലാണ് തന്നതെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കുക, അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ പ്രധാന ക്രിയയ്ക്ക് പകരം ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓക്സിലറി വെർബുകളായിരിക്കും ഉണ്ടാവുക. 2 തരത്തിലുള്ള ഓക്സിലറി വെർബുകളാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി ഓക്സിലറി വെർബുകളും മൊഡാൽ ഓക്സിലറി വെർബുകളും. പ്രൈമറി ഓക്സിലറി വെർബുകൾ ഏതെല്ലാമാണ്? ആം, ഈസ്, ആറ്, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. മൊഡൽ ഓക്സിലറി വെർബുകൾ വില്ല്, ഷാള്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, വുഡ്, ഷുഡ്, മസ്റ്റ്, ഓട്ട് ടു, നീഡ് ടു, ഡെയർ ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ടെൻസിൻ്റെ മാറ്റങ്ങളിൽ ചിലപ്പോൾ പ്രധാന ക്രിയയ്ക്ക് പകരം ഉണ്ടാവുക സെൻറ്റൻസിൽ ഓക്സിലറി വെർബായിരിക്കും. പിന്നെ ഡയറക്റ്റ് സ്പീച്ചിൽ ഓക്സിലറി വെർബാണ് ഉള്ളതെങ്കിൽ അവ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. നോക്കൂ, 2 കോളം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. ഡയറക്റ്റ് സ്പീച്ചിൽ ഈസ് അല്ലെങ്കിൽ ആം എന്നാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ പാസ്റ്റ് ഫോം വാസ് എന്നായിരിക്കും. ഡയറക്റ്റ് സ്പീച്ച് ആറാണ് ഓക്സിലറി വെർബെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വാസ് അല്ലെങ്കിൽ വേർ എന്നായിരിക്കും അതിൻ്റെ പാസ്റ്റ് ഫോം.
ഡയറക്റ്റ് സ്പീച്ചിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നാണ് ഓക്സിലറി വെർബെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള ഹാഡ് ആയിരിക്കും. ഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് എന്നുള്ള പാസ്റ്റ് ഫോമാണ് ഓക്സിലറി വെർബെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് തന്നെയായിരിക്കും. ഡയറക്റ്റ് സ്പീച്ചിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് പ്ലസ് V3 എന്നായിരിക്കും. അതായത് പാസ്റ്റിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് മാറുന്നു. ഡയറക്റ്റ് സ്പീച്ചിൽ വാസ് അല്ലെങ്കിൽ വേർ ആണ് ഓക്സിലറി വെർബ് വന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് ബീൻ എന്നായിരിക്കും. ഡയറക്റ്റ് സ്പീച്ചിൽ വിൽ എന്ന മോഡൽ ഓക്സിലറി വെർബാണ് വന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള വുഡാണ് ഉപയോഗിക്കുക. ഡയറക്റ്റ് സ്പീച്ചിൽ ഷോളാണ് വന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഷുഡോ അല്ലെങ്കിൽ വുഡോ ആയിരിക്കും വരിക. ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ എന്ന മൊഡാൽ ഓക്സിലറി വെർബാണ് വരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള കുഡ് ആയിരിക്കും ഉപയോഗിക്കുക. ഡയറക്റ്റ് സ്പീച്ചിൽ മേ എന്ന മൊഡാൽ ഓക്സിലറി വെർബാണ് വരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള മൈറ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഡയറക്റ്റ് സ്പീച്ചിൽ മസ്റ്റ് ആണ് വന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അതിൻ്റെ പാസ്റ്റ് ഫോം മസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഹാഡ് ടു എന്നിവയായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരമാണ് ഓക്സിലറി വെർബിൻ്റെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ. ഏഴാമത്തെ നിയമമായി നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണുകൾക്ക് വരുന്ന മാറ്റത്തെയാണ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്, ഇവ, ഇവിടെ എന്നെല്ലാം സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഇവ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നു നോക്കാം. 2 കോളം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണുകൾ. ദിസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ദാറ്റ് എന്നായിരിക്കും. ഇത്, അത് എന്ന അർത്ഥത്തിലായിരിക്കും. ദീസ്, ഇവ എന്ന് പറയുന്നത് ദോസ്, അവ എന്നായി ഉപയോഗിക്കണം. ഹിയർ, ഇവിടെ എന്ന ഡയറക്റ്റ് സ്പീച്ചിലെ ഡെമോൺസ്ട്രേറ്റീവ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദർ, അവിടെ എന്നായി മാറും. ഇവിടെ എന്നുള്ളത് അവിടെ എന്നായി മാറുന്നു. എട്ടാമതായി നോക്കുന്നത് ടൈം എക്സ്പ്രഷന് വരുന്ന മാറ്റങ്ങളാണ്. സമയം, ദിവസം, മാസം, വർഷം എന്നിവയെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നോക്കുക. നൗ എന്ന സമയത്തെ സൂചിപ്പിക്കുന്ന പദം ഇപ്പോൾ എന്നത് ഇൻഡയറക്റ്റിലേക്ക് ആവുമ്പോൾ ദെൻ എന്നാണ് വരിക. ലാസ്റ്റ് പ്രീവിയസ് എന്നും എഗോ ബിഫോർ എന്നും ഹിയർ ആഫ്റ്റർ ദർ ആഫ്റ്റർ എന്നും ടുഡേ ദാറ്റ് ഡേ ടുനൈറ്റ് ദാറ്റ് നൈറ്റ് യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ എന്നും ഉപയോഗിക്കുന്നു. യെസ്റ്റർഡേ എന്നത് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ദ പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ. ടുമോറോ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് എത്തുമ്പോൾ ദ ഫോളോയിങ് ഡേ ഓർ ദ നെക്സ്റ്റ് ഡേ എന്നായി മാറും. ദ നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്ന ഡയറക്റ്റ് സ്പീച്ചിലെ പദങ്ങൾ ദ ഫോളോയിങ് വീക്ക്, ദ ഫോളോയിങ് മന്ത്, ദ ഫോളോയിങ് ഇയർ എന്നായി മാറും ഇൻഡയറക്റ്റ്. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്ന് ഡയറക്റ്റ് സ്പീച്ചിലുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ദ പ്രീവിയസ് വീക്ക്, പ്രീവിയസ് മന്ത്, പ്രീവിയസ് ഇയർ എന്നായി മാറേണ്ടതാണ്. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന ഡയറക്റ്റ് സ്പീച്ചിലെ സമയത്തെ സൂചിപ്പിക്കുന്ന പദം ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ 2 days ആഫ്റ്റർ ഓർ ഇൻ 2 days എന്നായി മാറും. ഡയറക്റ്റ് സ്പീച്ചിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ 2 days ബിഫോർ എന്നായി മാറേണ്ടതാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻ 1 hour എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ 1 hour ലേറ്റർ എന്നായി മാറേണ്ടതാണ്. അവസാനമായി റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ നിയമങ്ങളിൽ പറയാനുള്ളത് പ്രൊനൗണുകൾക്ക് വരുന്ന മാറ്റങ്ങളാണ്. എന്താണ് പ്രൊനൗണുകൾക്ക് വരുന്ന മാറ്റങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണുകൾ
തേർഡ് പേഴ്സൺ ആക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് സ്പീച്ചിലെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗണുകൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതുമ്പോൾ തേർഡ് പേഴ്സൺ ആക്കി എഴുതണം എന്നാണ്. ഏതെല്ലാമാണ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകൾ എന്ന് പറഞ്ഞാൽ ഐ, വി, യു, മീ, അസ്, മൈ, അവർ, യുവർ എന്ന് തുടങ്ങുന്നവയാണ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകൾ. ഇവ തേർഡ് പേഴ്സൺ ആക്കണം. ഐ എന്നുള്ളത് ഹി അല്ലെങ്കിൽ ഷീ എന്നോ, വി എന്നുള്ളത് ദേ എന്നോ, യു എന്നുള്ളത് ഐ, മീ, യു, ഹി, ഷീ, ഹിം, ഹർ എന്നല്ലോ മാറി മാറി. മൈ എന്നുള്ള പദം പ്രൊനൗണ് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ ഹിസ് അല്ലെങ്കിൽ ഹർ എന്നും, അവർ എന്നുള്ളത് ദയർ എന്നും, യുവർ എന്നുള്ളത് ഹിസ്, ഹർ, ദയർ എന്നും ആയി മാറുന്നു. ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന പ്രൊനൗണുകളെല്ലാം ഫസ്റ്റ് പേഴ്സണിലോ സെക്കൻഡ് പേഴ്സണിലോ ആണെങ്കിൽ അവയെല്ലാം തേർഡ് പേഴ്സണിലേക്ക് മാറ്റി എഴുതണമെന്നാണ് നിയമം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ്. അവയെക്കുറിച്ചുള്ള നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി എഴുതാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.